ഈ ഒരു ചിരി ഇരുചിരി പെമ്പച്ചിരിയിൽ ഞാൻ എന്തെങ്കിലും നേടി എന്നൊക്കെ തോന്നുന്ന പോലത്തെ ഒരു മൊമെന്റ് പറയാൻ ഏത് പറയും? നേടി എന്നുള്ളതല്ല, പക്ഷെ നമുക്കൊരു റെസ്പെക്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നാട്ടിലോട്ടൊക്കെ ഇറങ്ങി നടക്കുവാണെങ്കിലും പണ്ട് കൊച്ചു പോകുന്നു എന്നുള്ള ഇതിലായിരുന്നെങ്കിൽ ഇപ്പൊ അയ്യോ കൊച്ച് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എത്തി നമുക്ക്. പക്ഷെ അത്ര ഇതൊന്നും വേണ്ട എങ്കിൽ കൂടെ എല്ലാവരുടെയും ഒരു കണ്ണുണ്ണിയായി മാറിയ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. നേരിന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ റിലേറ്റീവ്സ് ഈ ഒരു സർക്കിളില് എനിക്കൊരു ചേട്ടനുണ്ട്. ഞാനും ചേട്ടനൊക്കെ നോർമലി ഇപ്പൊ എല്ലാരെ പോലെ തന്നെ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു തന്നെ. അപ്പം നമ്മുടെ ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ആരും വലുതായിട്ട് ഇതൊന്നും ഇല്ലാത്ത രീതിയാണ്. പക്ഷെ ഇതിന് വന്നതിന് ശേഷം അവരിങ്ങോട്ട് വിളിക്കാൻ, അതായത് കല്യാണത്തിനാണെങ്കിലും പാലിയേറ്റീവ് ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. അവർ വരുന്നേ പറ്റുമോ നിങ്ങളില്ലാതെ അങ്ങനത്തെ രീതിയിലായി. അപ്പം അഥവാ അവിടെ പോവാണെങ്കിൽ എല്ലാരും വിളിച്ചു കൂട്ടും, ഇതാണ് ഞാള്, അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നേടി എന്നുള്ളത്. ഈ മറ്റേ താജ്മഹലിന്റെ മുമ്പിലത്തെ സ്കിറ്റില്ലേ, പ്രോപ്പർട്ടിയുടെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? എന്തോ പേരുണ്ടല്ലോ, മറന്നുപോയി. കാതില് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി വെക്കുന്നതാ. അത് ശരിക്കും എവിടുന്ന ഐഡിയ കിട്ടിയത്? അങ്ങനെ വിഷ്ണു ചേട്ടന് റീൽ കണ്ട് ഒരു കുട്ടി പാട്ട് പാടുമ്പോ ഇങ്ങനെ അപ്പൊ അത് കണ്ടിട്ട് എന്തോ അതെ, സ്കിറ്റിനിടയ്ക്ക് കയറ്റിയതല്ല, അത് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തപ്പോഴും അതുണ്ടായിരുന്നു കയ്യില്. ഈ ടൈമിങ് അപ്പൊ എങ്ങനെയാ? ചിലതിന് ദേഷ്യം കാണിക്കുമ്പോ ഇത് പൊന്തും, ചിലതിന് സന്തോഷം കാണിക്കുമ്പോ ഇത് പൊന്തും. ആദ്യം പറയും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടണതാണ്. പിന്നെ ഫ്ലോറില് പിന്നെ മഞ്ചേച്ചി മറ്റേ ഐ ലവ് യു ഒക്കെ പറയുമ്പോ ഇത് പിന്നെയും ചെയ്തൂല്ലേ? അത് ശരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബോധമില്ലായിരുന്നേ. ഇങ്ങനെ നിൽക്കുന്ന കഴിഞ്ഞിട്ടേ നമുക്ക് നമ്മൾ നോർമൽ ആയിട്ടില്ല. ആ ഒരു ടെൻഷനിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മഞ്ജു ചേച്ചി ഇങ്ങനെ പറഞ്ഞു, പകുതി കേൾക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് എനിക്ക് പറഞ്ഞ് ഇടയ്ക്ക് എത്തിയപ്പോഴാണ് എനിക്ക് ആദ്യത്തെ എന്റെ എക്സ്പ്രഷൻ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അത് ശ്രദ്ധിച്ചറിയാം. പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ദൈവമേ ഇത് തന്നെ സംഭവം. അപ്പോഴാണ് എനിക്കൊരു സന്തോഷമൊക്കെ വന്നു തുടങ്ങി. എന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണോ അത് വെച്ചിട്ട് എന്നുള്ളത് ഞാൻ കാണിച്ചേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരുടെ ഒരു തെറ്റായ ധാരണ എന്ന് വെച്ചാൽ സോന സ്കൂളിൽ പഠിക്കാന്ന. അതെ, കുറെ പേരൊക്കെ 8ാം ക്ലാസ് 10ാം ക്ലാസ്. അത് തെറ്റായ ധാരണ. ശരിക്കും സോന ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ. ഞാൻ BA എക്കണോമിക്സ്. ഓക്കെ. അപ്പൊ ഈ കോളേജ് പോക്ക് ഇതിന്റെ ഇടയിൽ എങ്ങനെ മാനേജ് ചെയ്യും? വലിയ ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. ഇപ്പൊ കോളേജിൽ പോയിട്ട് ഞാൻ 1 മാസം എന്തായെന്ന് തോന്നുന്നു. ഞാൻ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട്, ബമ്പർ ചിരിയുടെ ഷൂട്ട്, പിന്നെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പൊ അങ്ങനെ പോയി ഇപ്പൊ ഈ മാസത്തിൽ എനിക്ക് 6 ദിവസം എന്തോ 6 ദിവസം ഉണ്ടോ എന്നറിയത്തില്ല, 6 ദിവസം എന്താ പോയിട്ടുള്ളൂ ആകെ കോളേജ്. മാവേലിന്ന് വിളിപ്പേരപ്പോ? എങ്ങനെ മനസ്സിലായി? സാധാരണ അങ്ങനെയാണല്ലോ. ആണാണ്, മാവേലി വിളിക്കാറുണ്ട് കുറെ പേര്. ഞാൻ പഠിക്കുന്ന കോളേജിലായിരുന്നു ഉണ്ണിമൂതം പഠിച്ചോണ്ടിരുന്നത്. ഞങ്ങളുടെ കോളേജിലും ആരോ പഠിച്ചിട്ടുണ്ടല്ലോ, കിട്ടുന്നില്ല. ആരോ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നേക്കാം. അപ്പൊ ഉണ്ണിമൂതൻ ഇങ്ങനെ ഇതുപോലെയാണ് വരിക, വല്ലപ്പോഴൊക്കെ വരിക. അപ്പൊ മാവേലി വരുന്നവരെ പുള്ളി വരും നമ്മൾ പറയായിരുന്നു. അതുകൊണ്ട് വെച്ച് പഠിച്ചതാ. അപ്പൊ ഈ ടീച്ചർമാരും മറ്റേ HOD-മാരൊക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാ? അവര് സപ്പോർട്ടാണ്. പിന്നെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഇതില്ലല്ലോ. പ്രോഗ്രാമിന് പോകുന്നതും സ്കിറ്റ് ചെയ്യുന്നതും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ട് എല്ലാവർക്കും. പക്ഷെ ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസിന്റെ ഒക്കെ പ്രശ്നം വരുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പോകുന്നു. അമ്മനെങ്ങനെയാ? ഞാൻ കോളേജിൽ ഞാൻ ചേർന്നിട്ടില്ല സത്യം പറഞ്ഞ. കോളേജിൽ പോകേണ്ട കാര്യമല്ലേ, സെയിം ഏജ് ഇത് തന്നെയാണ്. സെക്കൻഡ് ഇയർ അല്ലേ? സെക്കൻഡ് ഇയർ കഴിക്കേണ്ട പ്രായം തന്നെയാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് നേരെ ഞാൻ +2 കഴിഞ്ഞ് ബാംഗ്ലൂർ ഒരു കോളേജിൽ അനിമേഷന് സീറ്റ് ബുക്ക് ചെയ്തു. 25,000 രൂപ കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്തിട്ട് അടുത്ത ആഴ്ചയാണ് ഇവിടെ നിന്ന് കോൾ വന്നത്. മഴവിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ റീൽസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാ. അപ്പൊ എന്റെ 25,000 അവിടെ പോയി. ഞാൻ ഇവിടെ നേരെ വന്നു, അങ്ങോട്ട് പോയില്ല. 50,000 അടിച്ചോ? അങ്ങനെ ഇപ്പം +2 കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാ വന്നത്. പിന്നെ അനിമേഷനിലോട്ട് പോയില്ല, ഇനി പോണം അങ്ങോട്ട് കോളേജ് ചേരണം. നമ്മൾ എപ്പോഴും സാധനം കാണുമ്പോൾ പറയുന്ന ആ കാര്യമാണ് ഈ ഉർവശിയുടെ ചായ, അവൻ്റെ കൽപ്പനയുടെ ചായ, അഭിനയത്തിലും പ്രകടനത്തിലും ഒക്കെ. എപ്പോഴെങ്കിലും ഉർവശി ചേച്ചിയുടെ അടുത്തോ അല്ലെങ്കിൽ കൽപ്പനയായിട്ട് റിലേറ്റ് ചെയ്തപ്പോൾ അവരുടെ മക്കളൊക്കെ ഉണ്ടല്ലോ ആക്റ്റീവായിട്ട്, അവരുടെ അടുത്തോ ഇങ്ങനെ സംസാരിക്കാനോ ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഉർവശി ചേച്ചിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ബമ്പർച്ചിരിയുടെ തന്നെ
എന്താണ് എന്തായാലും ബമ്പർച്ചിരി ആഘോഷം അതിന് ഉർവശി ചേച്ചി ഫ്ലോറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉത്സവമാണല്ലോ. അപ്പൊ അതൊരു ഉത്സവമാണല്ലോ. അതെ അതെ അപ്പൊ ഉത്സവമാണല്ലോ. അങ്ങനെ വന്ന സമയത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അരക്കര ഗണപതി ഉത്സവം എന്നൊക്കെ പറയണ പോലെ. ഉത്സവം പെട്ടെന്ന് വായി വന്ന്. അപ്പൊ അങ്ങനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അല്ലാതെ സംസാരിച്ചോ അപ്പൊ അന്ന്? ഇല്ല. ഉർവശിക്ക് അറിയോ ഇങ്ങനെ? ഉർവശിക്ക് അറിയോ അങ്ങനെ പെർഫോം ചെയ്യണ ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടോ? ഇല്ല, എനിക്കറിയത്തില്ല. മഞ്ജുച്ചോട് ചോദിക്കായിരുന്നില്ലേ? അത് അവരൊക്കെ ഫുൾ ബിസി അല്ലേ, മറ്റേ ആഘോഷമല്ലയോ, ഓഡിയൻസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അവരവിടെ നിൽക്കുന്നു. നമുക്ക് ഞാൻ ഉർവശിച്ചൊരു ഡയലോഗ് പെർഫോം ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് തുടങ്ങാം. ഓക്കെ, വെച്ചോ. മറ്റേ ഉർവശി ചേച്ചിയുടെ കൂടെ ഒരാളുണ്ട്, അപ്പൊ അവരുടെ എക്സ്പ്രഷൻ നീ ഇടണം. ഒന്നുമില്ല, എന്നൊക്കെ ഉള്ളു. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട് ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ. ഒരു ദിവസം അഷഫ് എന്നോട് ചോദിക്കുക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനം നമ്മളെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് നോക്കുമ്പോ എന്താ ഒരു കത്ത്. കരണക്കുറ്റി നമുക്കൊന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട, കത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നമുക്കറിയണ്ടേ. പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ്. ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ, പിന്നെ വേണ്ടെന്ന് പറയുന്നേ. എന്റെ അയാളുടെ വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു. ഒരു ദിവസം അഷഫ് എന്നോട് പറയും, അയ്യോ ഇതെടുത്തോ, ഇല്ല ഇത് ഞാൻ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതേപോലെ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആരോ ഷെയർ ചെയ്ത് തന്നിട്ടേ ഇത് ചെയ്യാമോന്ന് ചോദിച്ചു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു ഓർമ്മ എന്റെ ഡയലോഗ്. ഞാൻ എന്നും ടൈപ്പിൽ പോകുന്ന വഴിക്ക് അഷഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട് ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ. ഒരു ദിവസം അഷഫ് എന്നോട് ചോദിക്കുക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനം നമ്മളെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് നോക്കുമ്പോ എന്താ ഒരു കത്ത്. കരണക്കുറ്റി നമുക്കൊന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട, കത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നമുക്കറിയണ്ടേ. പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ്. ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ, പിന്നെ വേണ്ടെന്ന് പറയുന്നേ. എന്റെ അയാളുടെ വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു. അയ്യോ ഞാൻ നേരത്തെ ചെയ്ത, എനിക്ക് അതിന് ഇച്ചിരി ഒരു ഓർമ്മയുള്ളൂ. ഇത് ഞാൻ ഡയലോഗ് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. എനിക്ക് അതേപോലെ എക്സ്പ്രഷൻ അങ്ങനെ കണ്ടിട്ട് ശരിക്കും അറിയത്തില്ല. ചെയ്യുമ്പോ ഇവര് സാമ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോ ഞാൻ ഓർക്കുവേ എന്നാ അത് അങ്ങനെ ഒന്ന് വെച്ച് നോക്കി ട്രൈ ചെയ്താലോ എന്ന് ഓർക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ ശരിക്കും അറിയത്തില്ല. ഞാൻ ഒരു ഡയലോഗ് കേട്ടാൽ എപ്പോഴും എന്റെ രീതിയിലേ പറയത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ സ്കിറ്റ് ആണെങ്കിൽ പോലും വിഷ്ണു ചേട്ടൻ ഒരു ഡയലോഗ് വന്നിട്ട് നാം പറയുന്നത് നീ നിന്റെ രീതിക്ക് പറയാം. ചിലത് ക്യാരക്ടർ പിടിക്കണമെങ്കിൽ മാത്രം ആ ആളുടെ ക്യാരക്ടർ പറയാന്ന് പറയും. അല്ലെങ്കിൽ പറയും നീ നിന്റെ രീതിക്ക് പറ എന്ന് പറഞ്ഞിട്ട് ഓരോ സംഗതി ഇവനോട് കൊടുക്കുമ്പോഴും നീ പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞിട്ട് അവന്റെ രീതിക്ക് അഡാപ്റ്റ് ആണെങ്കിൽ അങ്ങനെ ഉള്ള രീതിയിലാണ് എടുക്കുന്നത്. സ്വന്തമായിട്ട് എടുക്കുന്നത്. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ പറയുമ്പോ